മനുഷ്യജന്മം ലഭിക്കുന്നതിനു മുമ്പ് 4 ലക്ഷം ജന്മങ്ങൾ ഓരോ ആത്മാവും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് സനാതന ധർമ്മപുരാണങ്ങളിൽ പറയുന്നു. മനുഷ്യരുടെ ഒരു വർഷം പിതൃക്കളുടെ ഒരു ദിവസമാണ്. മനുഷ്യവർഷത്തിന് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. ഉത്തരായനം ദേവന്മാരുടെ പകലും ദക്ഷിണായനം രാത്രിയുമാകുന്നു. എന്നാൽ പിതൃക്കൾക്ക് ദക്ഷിണായനം പകലും ഉത്തരായനം രാത്രിയുമാണ്. കർക്കിടക മാസത്തിൽ ദിവസം ആരംഭിക്കുന്ന പിതൃക്കൾക്ക് പാർവണ ശ്രാദ്ധത്തിലൂടെ ഒരു ദിവസത്തെ ഭക്ഷണം ലഭിക്കുന്നു. മനുഷ്യർ എല്ലാ വർഷവും കർക്കിടക മാസ അമാവാസിയിലും ബലിതർപ്പണം, ശ്രാദ്ധം ഇവ മുടങ്ങാതെ നടത്തുമ്പോൾ പിതൃക്കൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം ലഭിക്കുന്നു. കർക്കിടക വാവ്, ശിവരാത്രി, ദീപാവലി, അക്ഷയ തൃതീയ തുടങ്ങിയ പുണ്യദിനങ്ങളിൽ ശ്രാദ്ധം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പിതൃകർമ്മം അനുഷ്ഠിക്കുന്നവർ വെറ്റില മുറുക്ക്, മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, എണ്ണ തേക്കൽ, സംഭോഗം എന്നിവ ഉപേക്ഷിക്കണം. മിതാഹാരിയായി ശുദ്ധവൃത്തിയോടെ മനസ്സിൽ ഈശ്വരചിന്ത നിറച്ച് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിച്ചു കഴിയണം. ശ്രാദ്ധ ദിവസവും തലേ ദിവസവും ഇത് അനുവർത്തിക്കണം. മിതഭാഷിയായി പാപ ദുഷ്ടചിന്തകൾ. പിതൃയജ്ഞത്തിൽ അഥവാ പിതൃബലിയിൽ 2 ഭാഗങ്ങളുണ്ട്: തർപ്പണം, ശ്രാദ്ധം എന്നിവ. തർപ്പണം ഇത് പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. തർപ്പണത്തിന്റെ അർത്ഥം അർപ്പിക്കുക എന്നതാണ്. പിതൃക്കളുടെ തൃപ്തിക്കായി സ്വാഹ എന്ന ശബ്ദത്തോടുകൂടി അന്നവും ജലവും നൽകണം. ദേവന്മാർക്ക് കൂടി ഇതോടൊപ്പം കർമ്മം ചെയ്യാം. ദേവന്മാർക്ക് അക്ഷതമിശ്രിത ജലവും പിതൃക്കൾക്ക് തിലമിശ്രിത ജലത്താലും തർപ്പണം ചെയ്യണം. ശ്രാദ്ധം പിതൃക്കളുടെ പ്രീതിക്കായി ചെയ്യുന്ന ക്രിയയാണ് ശ്രാദ്ധം. ഇങ്ങനെ പല വിധത്തിൽ ശ്രാദ്ധത്തെ വിവരിക്കുന്നു. തങ്ങളുടെ മരിച്ചുപോയ പിതൃഗണങ്ങളെ നിലവിളക്ക്, ഗണപതി, നിവേദ്യം, ജലപാനം, അരച്ച ചന്ദനം, നിവേദ്യം, കർപ്പൂരം, ഭസ്മം, പവിത്രം, കുറുമ്പുല്ല്, കൂർച്ചം, പശുവിൻ ചാണകം, വാഴയില, നെയ്യ്, തേൻ, കദളിപ്പഴം തുടങ്ങിയവ ശ്രാദ്ധകർമ്മത്തിന് അത്യാവശ്യമാണ്. ബലിതർപ്പണത്തിന് വേണ്ട ദ്രവ്യങ്ങളും സാധന സാമഗ്രികളും: വാഴയില, ശുദ്ധജലം, കിണ്ടി, ഒരു ഉരുളയ്ക്ക് ആവശ്യമായ ചോറ്, തുളസി, പുഷ്പം, എള്ള്, അക്ഷതം, ചന്ദനം, ദർഭ, വിളക്ക്. നാം ആചരിക്കാൻ പോകുന്നത് പാർവണ ശ്രാദ്ധം ആകുന്നു. ആദ്യം വാഴയിലയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങൾ തയ്യാറാക്കി കർമ്മത്തിന് എടുക്കാൻ പാകത്തിന് നിരത്തി വയ്ക്കുക. ചോറ് അടച്ചു വയ്ക്കാൻ മറക്കരുത്. ഇനി ദേശകാല സങ്കല്പം: ഇരുകൈകളും കിണ്ടിയിലെ ജലം കൊണ്ട് കഴുകിയ ശേഷം നിവർന്നിരുന്ന് ഹൃദയത്തോട് ചേർത്ത് കൈ കൂപ്പിവെച്ച് ഞാൻ തർപ്പണം നടത്താൻ പോകുന്നു എന്ന് സങ്കല്പിച്ച് ഈ മന്ത്രം ചൊല്ലുക. കിണ്ടി നിറയെ ജലമെടുത്ത് കിണ്ടി നമുക്ക് നേരെ തിരിച്ചു വെക്കുക. വലതു കൈയിലെ മോതിരവിരലിൽ പവിത്രം ഭക്തിയോടെ അണിയുക. ശേഷം കുറച്ച് തുളസിയും പുഷ്പങ്ങളും അക്ഷതവും വലതു കൈയിലെടുത്ത് മന്ത്രം ചൊല്ലി കിണ്ടിയിലെ ജലത്തിലിടുക. ഇനി പീഠം സങ്കല്പിക്കുക. അതായത് കിണ്ടിയിൽ നിന്നും സ്വല്പം തീർത്ഥമെടുത്ത് ബലിതർപ്പണം ചെയ്യാനിരിക്കുന്ന ആളിൻ്റെ മുൻവശത്ത് നിലത്ത് ഒഴിച്ച് മെഴുകുക. ഇത് പിതൃക്കളെ ആവാഹിച്ചിരുത്താനുള്ള പീഠമാണ്. ഇനി പിതൃക്കളെ സങ്കല്പിച്ച് ആവാഹിക്കണം. വലതു കൈകൊണ്ട് കൂർച്ചം എടുത്ത ശേഷം ചന്ദനം, തുളസി, പുഷ്പം, എള്ള്, അക്ഷതം കൈകൊണ്ട് കൂട്ടിയെടുത്ത് തീർത്ഥം ലേശം വലതു കൈയിൽ ഒഴിച്ച് കൈ മുറുകെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് പിതൃക്കളെ നനച്ച് പിന്നീട് പിണ്ട സമർപ്പണമാണ്. വാഴയിലയിലെ ചോറ് ഉരുളയാക്കുക. ഈ ചോറുരുള എള്ളു കൂട്ടിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് ഇടതു കൈയിൽ കിണ്ടിയെടുത്ത് വലതു കൈയിൽ എള്ളു എടുത്ത് ഉള്ളം കൈയിലാക്കി മുറുക്കി പിടിച്ച ശേഷം വലതു കൈയുടെ ചൂണ്ടുവിരൽ മാത്രം നിവർത്തി പിടിച്ച് വലതു ഉള്ളം കൈയിൽ തീർത്ഥം ഒഴിക്കുമ്പോൾ എള്ളും തീർത്ഥവും ചൂണ്ടുവിരലിലൂടെ പിണ്ടത്തിൽ 9 പ്രാവശ്യം മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. പുഷ്പങ്ങളും അക്ഷതവും വലതു കൈയിലെടുത്ത് നമ്മുടെ സർവ്വ പിതൃക്കളെയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്മരിക്കുക.
സ്നേഹത്തോടെ ബഹുമാനത്തോടെ നേരത്തെ ആവാഹിച്ചു വെച്ച കൂർച്ചം തൊട്ട് അതിൻ്റെ തലയിലെ കെട്ടഴിച്ച് പിതൃക്കളെയെല്ലാം പിതൃലോകത്തേക്ക് വളരെ നന്ദിയോടെ സന്തോഷത്തോടെ തിരിച്ചയക്കുക എന്ന് സങ്കൽപ്പിക്കുക. ബലിയിട്ട സ്ഥലത്തുള്ള എല്ലാ വസ്തുക്കളും കൂട്ടിയെടുത്ത് വാഴയിലയിൽ വെച്ച് എഴുന്നേറ്റ് തലയ്ക്ക് മുകളിൽ കൂട്ടിപ്പിടിച്ച് നാരായണനാമം ജപിച്ചുകൊണ്ട് ബലിപിണ്ഡം ജലാശയത്തിൽ ഒഴുക്കുകയോ കാക്കകൾക്ക് കൊടുക്കുകയോ വൃത്തിയുള്ള സ്ഥലത്ത് സമർപ്പിക്കുകയോ ചെയ്യാം.